പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന സ്പെഷ്യൽ റെസിപ്പിയാണ് വെണ്ടയ്ക്ക കൊണ്ടാട്ടമാണ്. വെണ്ടയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടി 1/2 കിലോ വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി നടുവേ പിളർന്ന് വെച്ചിരിക്കുന്നതാണ്. ഇത് ഏകദേശം 20 വെണ്ടയ്ക്കകളും ഉണ്ട്. അതിന് വേണ്ടത് ഒരു നാരങ്ങ നടുവേ പിളർന്ന് വെച്ചിരിക്കുന്നു, 4 ഇതൾ കറിവേപ്പില, പിന്നെ വേണ്ടത് റൈസ് പൗഡർ 2 ടീസ്പൂൺ റൈസ് പൗഡർ, 2 ടീസ്പൂൺ കോൺഫ്ലവർ. പിന്നെ വേണ്ട മസാലകളാണ് സാദാ മുളക് പൊടി നല്ല എരിവുള്ളത് 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 സ്പൂൺ, 5-6 കുരുമുളക്, 6 കുരുമുളകോളം ചെറുതായിട്ട് ചതച്ചെടുത്തത്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി നല്ല കളറുള്ള ടേസ്റ്റുള്ള കാശ്മീരി ചില്ലി പൗഡർ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ പറഞ്ഞല്ലോ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഇത് കൂടാതെ അരിഞ്ഞെടുത്തിരിക്കുന്ന പച്ചക്കറികൾ, സവോള ഒരെണ്ണം ഇതുപോലെ എതള് ഇങ്ങനെ അടർത്തി ഇങ്ങനെ വേണം, ഈ സൈസിൽ വേണം എടുക്കാൻ. അതായത് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കും, ചിക്കൻ ഇതുണ്ടാക്കത്തില്ലേ, ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന ആ രീതിക്ക് സവോള ഇങ്ങനെ പിളർന്നെടുക്കണം. ഒരെണ്ണല്ലേ, ഒരു സവോളയല്ലേ ഉള്ളൂ, ഒരു സവോള, ഒരു ക്യാപ്സിക്കം, ഒരു പച്ച ക്യാപ്സിക്കം, ഒരു ടൊമാറ്റോ ഇതുപോലെ ഈ വലുപ്പത്തിൽ, ഒരു തക്കാളിക്ക് അരിഞ്ഞത്, പിന്നെ ചെറിയ ഉള്ളി ഒരു 4-5 ചെറിയ ഉള്ളി ഇതുപോലെ നടുവ് കളഞ്ഞത്, അതുപോലെ 5-6 വെളുത്തുള്ളി, ചെറിയ ചുമന്നുള്ളിയാണിത്, 5-6 എണ്ണം ഇതുപോലെ നടുവ് പിളർന്നെടുക്കണം. വെളുത്തുള്ളി 4 എണ്ണം, പിന്നെ മല്ലിയില, മല്ലിച്ചപ്പ് ഇത് ചെറുതായിട്ട് മല്ലിയില അരിഞ്ഞെടുക്കണം. പിന്നെ നമുക്ക് ആവശ്യമായ കരിവേപ്പില എക്സ്ട്രാ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ വെണ്ടയ്ക്ക കൊണ്ടാട്ടത്തിന് വേണ്ടത്. അപ്പോൾ വളരെ എളുപ്പമായിട്ട് തൃശ്ശൂരിൻ്റെ പപ്പ വെണ്ടയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് വെണ്ടയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത് ഒന്ന് കണ്ടു നോക്കാം. വെണ്ടയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചീൻചട്ടി അടുപ്പിൽ വെച്ചു. നല്ല കുഴിവുള്ള ചീൻചട്ടിയാണ്. ചീൻചട്ടി ചൂടായി വരുന്നു. ഇനി ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വെണ്ടയ്ക്ക ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയുള്ള വെണ്ടയ്ക്ക പേസ്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി നാരങ്ങ പിഴിഞ്ഞ് ഒരു ചെറിയ പാത്രത്തിലോട്ട് 2 നാരങ്ങ അല്ലിയും പിഴിഞ്ഞ് ഒഴിച്ചു. ഇനി അതിലോട്ട് ഇടാൻ പോകുന്നത് അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ടു, കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ ഇട്ട്, ഇനി വെണ്ടയ്ക്ക മിക്സ് ചെയ്യാനുള്ള വേണ്ടിയാണ്, കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അത് ഇനി നമ്മൾ മസാലകൾ ആഡ് ചെയ്യുവാണ്. എടുത്തു വച്ചിരിക്കുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, അതുപോലെ തന്നെ സാദാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ആഡ് ചെയ്ത് ജിഞ്ചർ ഗാർലിക് ചെറുതായിട്ട് പേസ്റ്റ് ചെയ്തെടുത്തതും കൂടെ ഇട്ടു. നന്നായിട്ട് മിക്സ് ചെയ്യുവാണ്. ഇനി ഒരു കോഴിമുട്ട ഉടച്ച് ചേർക്കാൻ പോവുകയാണ്. നമ്മൾ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതിന് വേണ്ടി പേസ്റ്റ് ചെയ്ത് ഒരു മുട്ട ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പൊടി നന്നായിട്ട് കുഴഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇപ്പോൾ ഉപ്പിടണോ? ഉപ്പിട്ടായിരുന്നോ? ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ടു നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് നന്നായിട്ട് എല്ലായിടത്തും മസാലയും ഇത് പിടിക്കണം. ഇത് നമ്മൾ വെണ്ടയ്ക്കയെ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇതിൽ മുക്കിയാണ് വെണ്ടയ്ക്ക വറുത്തെടുക്കേണ്ടത്. വെണ്ടയ്ക്ക കൊണ്ടാട്ടം എന്ന് പറഞ്ഞാൽ അത് ടേസ്റ്റുള്ള നല്ല ഒന്നാന്തരം സ്പെഷ്യൽ റെസിപ്പിയാണ് ഇതുണ്ടാക്കുന്നത്. വളരെ ഡെലീഷ്യസ് ആണ്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വെണ്ടയ്ക്ക കൊണ്ട് ഇത്രയും ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ അപ്പോൾ ഒരു വെണ്ടയ്ക്ക എടുത്തു, അതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നോക്കി കണ്ടോ. നടുവേ മുറിച്ച വെണ്ടയ്ക്കകത്തോട്ട് മസാല ഫില്ല് ചെയ്യുന്നു കണ്ടോ. ഈ പേസ്റ്റ് ചെയ്ത് നന്നായിട്ട് ഫില്ല് ചെയ്യുന്നു. അങ്ങനെ ഒരെണ്ണം ലോഡ് ചെയ്ത് അടുത്ത വെണ്ടയ്ക്ക എടുത്തു കണ്ടോ. നടുവേ പിളർന്ന് 2 അറ്റവും ചെത്തി നല്ല വൃത്തിയായ വെണ്ടയ്ക്ക അതിനകത്തോട്ട് ലോഡ് ചെയ്യുന്നു കണ്ടോ. അടിപൊളിയായിട്ട് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു കണ്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കണ്ടോ. തൃശ്ശൂർ സ്പെഷ്യൽ പപ്പ വെണ്ടയ്ക്ക കൊണ്ടാട്ടം റെസിപ്പിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
നിങ്ങൾ ഈ ചാനൽ നിങ്ങൾക്ക് ഈ കുക്കിംഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നന്നായിട്ട് ഇത് നിറച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ കൊണ്ടാട്ടവും ഇതുപോലെ ശരിക്കും ഫില്ല് ചെയ്യണം. ഈ പേസ്റ്റ് നന്നായിട്ട് മസാല വെണ്ടയ്ക്കായിലോട്ട് പിടിക്കണം. അതിനകത്തോട്ട് ശരിക്ക് ഫില്ല് ചെയ്ത് ഇങ്ങനെ അടുക്കി വെക്കുന്നു. വളരെ സ്പീഡിൽ ലോഡ് ചെയ്തുകൊണ്ടായിരിക്കുന്നു. വെണ്ടയ്ക്ക കൊണ്ടാട്ടം റെഡി അടിക്കൊണ്ടിരിക്കുന്നു. വളരെ സ്പീഡിൽ ഇത് വെണ്ടയ്ക്ക ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനകത്തോട് നന്നായിട്ട് ഫില്ല് ചെയ്ത് അടിപൊളി സൂപ്പറായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡിഷ് പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നത് കാണുന്നത്. സൂപ്പർ ടേസ്റ്റാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇത് കഴിച്ചായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം വീഡിയോ എടുക്കുവാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളെല്ലാം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം കാണാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത്. ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇത് മൊത്തം ഫില്ല് ചെയ്തെടുക്കണം. ഓക്കകത്ത് കണ്ടോ ലോഡ് ചെയ്ത് അടിപൊളി. ഇത് ഫില്ല് ചെയ്തുകൊണ്ടായിരിക്കുന്നു. ഇനി ഇത് മൊത്തം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ പപ്പ ഇത് മൊത്തം വളരെ പെട്ടെന്ന് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗോവയ്ക്കാതെ അകത്ത് നന്നായിട്ട് ലോഡ് ചെയ്യണം. അകത്ത് നന്നായിട്ട് എല്ലായിടത്തും ഈ മസാല ചെല്ലണം. നല്ല ടേസ്റ്റ് ഉള്ളൂ. വെണ്ടയ്ക്ക ബേബി വെണ്ടയ്ക്കാണ് ചെറിയ വെണ്ടയ്ക്കകളാണ്. ബേബി വെണ്ടയ്ക്ക അധികം മൂത്ത വെണ്ടയ്ക്ക കൊള്ളത്തില്ല. ഇളത്തയായിട്ടുള്ള ചെറിയ വെണ്ടയ്ക്ക വേണം. ഇളത്ത വെണ്ടയ്ക്ക വേണം എടുക്കാൻ. അത് നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ വെണ്ടയ്ക്ക അറിയാമല്ലോ മൂത്തതാണോ ഇളത്തയാണോ. ഒരിക്കലും മൂത്തത് എടുക്കരുത്, ഈ ടേസ്റ്റ് കിട്ടത്തില്ല. നല്ല ഇളത്ത വെണ്ടയ്ക്ക വേണം എടുക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്കിനി വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യുന്നത് കാണിക്കാം. വെണ്ടയ്ക്ക വറുത്തെടുക്കുന്നതിന് വേണ്ടി സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നു. ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ കുഴിവുള്ള ചീൻചട്ടിയിൽ ഒഴിച്ച് ഇനി സൺഫ്ലവർ ഓയിൽ ചൂടായി വരുന്നു. ഇനി നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഫില്ല് ചെയ്ത വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഓക്കെ, വെണ്ടയ്ക്ക കൊണ്ടാട്ടാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടെ ഒന്ന് ഓയിൽ ചൂടാകട്ടെ. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക ഫില്ല് ചെയ്ത് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വരുന്നു. അതിലോട്ട് നമുക്ക് വെണ്ടയ്ക്ക ഫില്ല് ചെയ്ത് മസാല ഇട്ട് ഫില്ല് ചെയ്ത് നമുക്ക് കൊടുക്കാം. വെണ്ടയ്ക്ക കുറേശ്ശെ എടുത്ത് നന്നായിട്ട് വറുത്തെടുക്കാൻ പോവാണ്. വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. നോർത്ത് ഇന്ത്യ ഇതിന് എന്താ പേര് പറയുന്നത്? ബിണ്ടി കൊണ്ടാട്ടം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ റെസിപ്പിയാണ്. നമുക്ക് വെണ്ടയ്ക്ക കൊണ്ടാട്ടം, ബിണ്ടി കൊണ്ടാട്ടം അല്ലേ. അപ്പോൾ പ്രത്യേകം ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇളത്ത വെണ്ടയ്ക്കായ എടുക്കാവുള്ളൂ. കോവയ്ക്കായല്ല വെണ്ടയ്ക്ക, ഇളത്ത ലേഡീസ് ഫിംഗർ, ഇളത്ത വെണ്ടയ്ക്കായ എടുക്കാവുള്ളൂ. അതിനായിരിക്കും കൂടുതൽ ടേസ്റ്റ്. മസാലയൊക്കെ പിടിച്ച് കഴിയുമ്പോൾ ഇളത്ത വെണ്ടയ്ക്കായിരിക്കും കൂടുതൽ ടേസ്റ്റ്. മൂത്ത വെണ്ടയ്ക്ക ഒരു കാരണവശാലും വെണ്ടയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കരുത്. ഇനി നന്നായിട്ട് ഫ്രൈ ആകട്ടെ. നമ്മുടെ ലോഡ് ചെയ്ത മസാലയൊക്കെ ശരിക്ക് മുരിഞ്ഞ് വരട്ടെ. വെണ്ടയ്ക്ക നന്നായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം അടി പിടിക്കാതിരിക്കാനും എല്ലാം വെണ്ടയ്ക്കയുടെ എല്ലാ ഭാഗവും ഒരുപോലെ മുരിഞ്ഞ് കിട്ടുന്നതിനും വേണ്ടിയാണ്. വളരെ സൂക്ഷിക്കുക, മസാല കരിഞ്ഞു പോകരുത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചും തിരിച്ചും ഇട്ട് നന്നായിട്ട് മുരിച്ചെടുക്കണം. അകത്ത് പുരട്ടിയിരിക്കുന്ന മസാല നന്നായിട്ട് പിടിച്ച് നന്നായിട്ട് മുരിഞ്ഞ് വരണം. വെണ്ടയ്ക്ക നല്ല ക്രിസ്പിയായിട്ട് വെണ്ടയ്ക്ക വരണം. വെണ്ടയ്ക്ക മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം മുരുവായി വരുന്നു. കണ്ടോ,
അതിൻ്റെ ക്രിപ്സിയായി, അതിൻ്റെ ആ പച്ചപ്പ് വലിഞ്ഞ് നല്ല അല്ലേ നന്നായിട്ട് ഇപ്പോൾ ഇനി കോരി എടുക്കുവാണ്. ഇപ്പോൾ വെണ്ടയ്ക്ക നന്നായിട്ട് മുരിഞ്ഞ് നല്ല ക്രിപ്സിയായി. ഇത് കോരി പാത്രത്തിലോട്ട് മാറ്റുവാണ്. ഇനി ബാക്കി ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല പുരട്ടി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കായി ഇതുപോലെ വറുത്ത് കോരി എടുക്കണം. ഇപ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം, കരിയാതെ നോക്കണം. എന്നാൽ വെണ്ടയ്ക്കയുടെ എല്ലാ ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം. എന്നാലേ ഉള്ളൂ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ആദ്യത്തെ സെക്ഷൻ പൂർണ്ണമായിട്ട് വറുത്ത് കോരി ഇനി രണ്ടാമത്തെ സെക്ഷൻ ഇടുവാണ്. കണ്ടോ നല്ല ഉണ്ടോ. രണ്ടാമത്തെ സെക്ഷൻ വീണുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നന്നായിട്ട് എണ്ണയ്ക്കകത്ത് എല്ലാ വെണ്ടയ്ക്ക പീസും നന്നായിട്ട് എണ്ണയ്ക്കകത്ത് മുങ്ങണം. ഇനി ഇടയ്ക്ക് നമുക്ക് മറിച്ച് തിരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് എണ്ണയ്ക്കകത്ത് മുരിഞ്ഞുകൊണ്ടിരിക്കുന്നു. മറിച്ചും തിരിച്ച് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭാഗവും വെണ്ടയ്ക്കയുടെ ശരിക്ക് വെന്ത് കിട്ടാൻ വേണ്ടി നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ഭാഗവും വേകാൻ വേണ്ടി എണ്ണയ്ക്കകത്ത് ശരിക്ക് മുരിഞ്ഞ് വരണം. അതിന് വേണ്ടി തിക്കി കൊടുക്കും. നന്നായിട്ട് മുരിഞ്ഞ് വെണ്ടയ്ക്ക റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി വെണ്ടയ്ക്ക കോരി മാറ്റുന്നതായിരിക്കും. അപ്പോൾ എല്ലാ സ്ഥലവും പൂർണ്ണമായും നന്നായിട്ട് എല്ലാ വശവും വെണ്ടയ്ക്കയുടെ വെന്തും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്, നല്ല ക്രിപ്സി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരി പാത്രത്തിലോട്ട് മാറ്റാം. നെയ്യ് കോരി എടുക്കുവാണ്. ഉണ്ടോ, കോരി പാത്രത്തിലോട്ട് മാറ്റി നന്നായിട്ട് പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കരിഞ്ഞു പോകാതെ പ്രത്യേകം നോക്കണം. അപ്പോൾ നമ്മൾ മസാല പുരട്ടി ലോഡ് ചെയ്ത് വെച്ചിരുന്ന വെണ്ടയ്ക്ക പൂർണ്ണമായി നമ്മൾ നല്ല ക്രിപ്സി പരുവത്തിൽ വറുത്ത് കോരി പാത്രത്തിലോട്ട് മാറ്റി. ഇതാണ് വറുത്ത് കോരി ക്രിപ്സി ആയിട്ടിരിക്കുന്ന വെണ്ടയ്ക്ക. ഇതിങ്ങനെ തന്നെ നമുക്ക് പിള്ളേർക്ക് സ്നാക്സ് ആയിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ പിള്ളേർക്ക് കൊടുക്കാം. ഇങ്ങനെ തന്നെ കഴിക്കാം. പക്ഷെ നമ്മൾ ചെയ്യുന്നത് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പോവുകയാണ്, വെണ്ടയ്ക്ക കൊണ്ടാട്ടം. അതിനുള്ള മസാല ആഡ് ചെയ്യാൻ പോകാം. ഓക്കെ, നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പോയാലോ. വെണ്ടയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടി നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പിൽ വെച്ചു. അതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുന്നു. ഇനി അതിലോട്ട് ജീരകം ഇട്ട് കൊടുത്തു. നല്ല ജീരകം ഇട്ട് കൊടുത്തു. സ്വല്പം കടുക് ഇട്ട് കൊടുക്കുന്നു. കൊണ്ടാട്ടത്തിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ചില്ലി ചിക്കന് അരിയുന്ന പോലെ ഒരു സവോള ഇതുപോലെ ചില്ലി ചിക്കനകത്ത് നമ്മൾ അരിഞ്ഞിടുന്ന പോലെ ഈ സൈസിൽ അരിഞ്ഞത് ആഡ് ചെയ്തു. അടിപൊളി മസാലയാണ് ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്ക കൊണ്ടാട്ടത്തിൻ്റെ അടിപൊളി മസാല ഇതുണ്ട്. ചുമന്ന ഉള്ളി ഒരു 4-5 എണ്ണം അരിഞ്ഞത്, വെളുത്തുള്ളി ഒരു 5 വെളുത്തുള്ളി അരിഞ്ഞത് ആഡ് ചെയ്ത് നന്നായിട്ട് അതിനങ്ങോട്ട് മൊരിയട്ടെ, നന്നായിട്ട് വാടട്ടെ. ഇനി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. വെണ്ടയ്ക്ക കൊണ്ടാട്ടത്തിനുള്ള മസാലയാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സവോളയൊക്കെ അരിയുമ്പോൾ ഇതുപോലെ ചില്ലി ചിക്കൻ ഊണ് തന്നെ അരിയണം, എന്നാലേ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് വാടി വരുന്നു സവോള. ഇനി അതിലോട്ട് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളി, ഒരു സ്വല്പം ഇഞ്ചിയും 2 വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ട് കൊടുത്തു. ഇനി അതിലോട്ട് ഒരു ടൊമാറ്റോ ചോപ്പ് ചെയ്ത് ഈ ഒരു വലിപ്പത്തിൽ ചോപ്പ് ചെയ്ത് ടൊമാറ്റോ ഇട്ട് കൊടുത്തു. ഈ സൈസ് വേണം ടൊമാറ്റോ കട്ട് ചെയ്ത് ഇടാൻ വേണ്ടി. ഒരു ടൊമാറ്റോ ഇടാവുള്ളൂ. നന്നായിട്ടൊന്ന് വാടി വരട്ടെ, ടൊമാറ്റോ ഒന്ന് വാടിക്കോട്ടെ. അതിനുവേണ്ടി ഇളക്കി കൊടുക്കുന്നു.
നമ്മൾ മസാല ഉണ്ടാക്കാൻ നേരത്ത് ഈ സവോളയും അതുപോലെ തന്നെ തക്കാളിക്കൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് പോകണ്ട, ഒരു മീഡിയമായിട്ട് മൊരിഞ്ഞാൽ മതി. അതാണ് നമ്മുടെ കൊണ്ടാട്ടം ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കിട്ടുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഭയങ്കരമായിട്ട് മൊരിഞ്ഞ് പോകരുത്, ഒരു മീഡിയം സൈസ് മൊരിഞ്ഞാൽ മതി. കണ്ടോ, ഒത്തിരി മീഡിയം ഫ്ലെയിം വേണം ഇടാൻ. കണ്ടമാനം ഫ്ലെയിം കൂട്ടി കണ്ടമാനം മൊരിക്കരുത്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വെണ്ടയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കാൻ നേരത്ത്. ഓക്കെ, ഇനി ഇതിലോട്ട് ഒരു ക്യാപ്സിക്കം ഇതുപോലെ ഈ സൈസിൽ അരിഞ്ഞ് ഇടണം. അതായത് നമ്മൾ ചില്ലി ചിക്കനകത്തൊക്കെ അരിയുന്ന അതേ സൈസ് തന്നെ, ആ വലുപ്പത്തിൽ തന്നെ നമ്മൾ ക്യാപ്സിക്കം അരിഞ്ഞിടണം. അത് മിക്സ് ചെയ്തു കണ്ടമാനം മുരിഞ്ഞ് പോകരുത്, നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച്, മീഡിയമേ ഉള്ളൂ മുരിയാവുള്ളൂ, എന്നാലേ അതിൻ്റെ ആ ടേസ്റ്റ് പ്യൂരിറ്റി ടേസ്റ്റ് കിട്ടുകയുള്ളൂ, കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇളക്കി കൊടുക്കുക, അടി പിടിക്കാതെ. ഇനി നമ്മൾ കരിവേപ്പില ഇട്ട് കൊടുക്കുന്നു. കരിവേപ്പില ഇട്ട് കൊടുത്തു, നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. കരിയരുത്, അടി പിടിക്കരുത്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. കണ്ടവാനം മുരിച്ച് കളയരുത്. ഇപ്പം മീഡിയമേ ആകാവുള്ളൂ മുരിയുന്നത്. ഇതിലോട്ട് ഇപ്പം മീഡിയമായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നു. 5-6 കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുത്ത്, ഗരം മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നു. 1 ടീസ്പൂൺ കാശ്മീരി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടത് മിക്സ് ചെയ്യണം. ഇതിൻ്റെ അരപ്പിലെ പച്ചപ്പ് മാറുന്നോളം വരെ ഒന്ന് മിക്സ് ചെയ്യുന്നു. ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മസാലയും അതുപോലെ തന്നെ ഉപ്പും നന്നായിട്ട് മിക്സ് ചെയ്യുക. ക്യാപ്സിക്കത്തേലും ടൊമാറ്റോയിലും ഒക്കെ നന്നായിട്ട് മസാല പിടിക്കണം. ടൊമാറ്റോ സോസ് 1 ടീസ്പൂൺ ആഡ് ചെയ്യാവുന്നതാണ്. ഉണ്ടോ, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്തു. ഇനി അടുത്തത് ചില്ലി സോസ് 1 ടീസ്പൂൺ ആഡ് ചെയ്യാൻ പോവാണ്. 1 ടീസ്പൂൺ ചില്ലി സോസ് ആഡ് ചെയ്ത്, ഇനി 1 ടീസ്പൂൺ സോയാ സോസ് ആഡ് ചെയ്യാൻ പോവാണ്. 1 ടീസ്പൂൺ സോയാ സോസും കൂടെ ആഡ് ചെയ്ത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുവാണ്. ചതച്ചത് ഇട്ടിട്ടുണ്ട്, എന്നാലും ടേസ്റ്റിന് വേണ്ടി ഇത് കറക്റ്റ് സിങ്ക് ആകാൻ വേണ്ടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ ഇട്ട് ഇനി നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്യണം. ഈ പേസ്റ്റ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി ക്യാപ്സിക്കത്തേലും നമ്മുടെ സവോളയിലെല്ലാം നന്നായിട്ട് ടൊമാറ്റോയിൽ ശരിക്ക് പിടിക്കണം. നന്നായിട്ട് പിടിക്കണം. എന്നാലും നമ്മൾ കൊണ്ടാട്ടത്തിന് അടിപൊളി ടേസ്റ്റ് കിട്ടുള്ളൂ. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം. ശരിക്കും ഇതെല്ലാം പിടിക്കട്ടെ. മസാലയെല്ലാം ശരിക്കും പിടിക്കാൻ വേണ്ടി നമ്മൾ സ്വല്പം വെള്ളം, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് മസാല എല്ലാം കൂടെ ശരിക്കും അങ്ങ് തിളച്ച് അവനെ ശരിക്കും അങ്ങോട്ട് പിടിക്കാൻ വേണ്ടി സ്വല്പം വെള്ളം ഒഴിക്കുമ്പോൾ എല്ലാം കൂടെ നമ്മുടെ ആ സബോളയിലോട്ടും ആ ക്യാപ്സിക്കത്തിലോട്ടും ടൊമാറ്റോയിലും ഒക്കെ ശരിക്കും മസാല അങ്ങോട്ട് പിടിക്കും. നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. ഡ്രൈ ആക്കി എടുക്കുമ്പോൾ നമ്മുടെ ആ മസാല ശരിക്കും ബൈൻഡ് ചെയ്ത് പിടിച്ചോളും. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക മസാലയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. കണ്ടോ, വളരെ എളുപ്പമാണ്. അടിപൊളി. മിക്സ് ചെയ്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തോട്ട് അങ്ങോട്ട് പിടിച്ചോട്ടെ. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ വെണ്ടയ്ക്ക ഫ്രൈയിലോട്ട് മസാല അങ്ങ് നന്നായിട്ട് പിടിക്കണം. നന്നായിട്ട് പിടിക്കും.
നന്നായിട്ട് മസാല വെണ്ടയ്ക്ക ഫ്രൈയിലോട്ട് പിടിച്ച് നന്നായിട്ട് മുരിഞ്ഞ് വരട്ടെ, മുരിയട്ടെ. ഇത് നമ്മുടെ വെണ്ടയ്ക്ക കൊണ്ടാട്ടം ഏകദേശം റെഡിയായി. ഇനി ഒരു ഇൻഗ്രീഡിയൻ്റ് ഇടാനുള്ളൂ, അത് മല്ലിച്ചപ്പാണ്, മല്ലിയിലയാണ്. മല്ലിയില ഇടുവാണ്. മല്ലിയില ഇട്ട് ഇളക്കി വാങ്ങിയെടുക്കുവാണ്. ഇത് ഇനി നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാൻ നല്ലതാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കഴിക്കാം, നല്ല ടേസ്റ്റ് അല്ലേ? ചപ്പാത്തിയുടെ കൂടെ ഗീ റൈസിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. സൂപ്പർ ടേസ്റ്റാണ്. ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് വെണ്ടയ്ക്ക കൊണ്ടാട്ടം. നോർത്ത് ഇന്ത്യ ഇതിന് പറയുന്ന പേരെന്നാണ്? ബിണ്ടി കൊണ്ടാട്ടം. ബിണ്ടി കൊണ്ടാട്ടം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ റെസിപ്പി റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ പിള്ളേരെ കൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. HB റിച്ചും വന്ന് ഇപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് തൃശ്ശൂർ പപ്പ ഉണ്ടാക്കി എങ്ങനെയാണെന്ന് അവർ പറയും കേട്ടോ. ഓക്കെ, ഇപ്പോൾ കണ്ടോ, അടിപൊളി, നല്ല കളർഫുള്ളായിട്ടുണ്ട് കേട്ടോ, നല്ല മസാലയുടെ മണം, അടിപൊളി. അപ്പോൾ നമുക്ക് ടേബിളിലോട്ട് മാറ്റിയാൽ ടേസ്റ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ പ്ലേറ്റിലോട്ട് മാറ്റിയ വെണ്ടയ്ക്ക കൊണ്ടാട്ടം. വെണ്ടയ്ക്ക കൊണ്ടാട്ടം ഫ്രൈ ചെയ്തതാണ്. ഇത് ഇതുപോലെ തന്നെ സ്നാക്സ് ആയിട്ട് പിള്ളേർക്ക് കൊടുക്കുക. അത് നമ്മുടെ റിച്ചുക്കുട്ടൻ കഴിച്ച് കാണിക്കും. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ മസാല, കൊണ്ടാട്ടം മസാല. ഇതിനെ ഒന്നുണ്ടാക്കി നോക്കണേ. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ കുക്കിങ്ങിന് നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്.